ഗൈസ് ഈ വീഡിയോ എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് ഷോർട്ടാക്കി ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് കമൻറ്റ് ബോക്സിലും DMും ചെയ്തായിരുന്നു ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫുൾ വീഡിയോ വേണമെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നമ്മൾ ഇതുകൂട്ടത്തെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് കേസ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ഇല്ലെങ്കിൽ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് സോങ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ടിൽ ഓവർലേ വരുന്ന നിങ്ങളുടെ ഫോട്ടോ ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അടിയിൽ റിമൂവ് ബീജ് ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോ റിമൂവൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുവിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയ ഫോട്ടോ കിട്ടും. എന്നിട്ട് സോങ്ങിൻ്റെ നോട്ടിനനുസരിച്ച് ഫോട്ടോ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോയെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര സൈസാണ് വേണ്ടത് അത്ര ആക്കിയിട്ട് അടിയിലോട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് വെക്കും. എന്നിട്ട് ഡ്രാഗ് ചെയ്ത ഫോട്ടോയുടെ ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അവസാനം ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് അവസാനത്തെ കീ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ മേളിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, ഈ വീഡിയോ കാണിക്കുന്നതാണ്. അപ്പം നമുക്ക് ഏകദേശം ഇതുകൂട്ടി കിട്ടും വീഡിയോ. എന്നിട്ട് ഓവർലേ ഫോട്ടോയെ ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് പോവുക. എന്നിട്ട് ബോഡി എഫക്റ്റിനകത്ത് ഞാൻ നിൻ്റെ ഈ എഫക്റ്റാണ് ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എഫക്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഇതുകൂട്ട് കിട്ടും. എന്നിട്ട് ഈ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത ഓവർലേ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരാം. എന്നിട്ട് നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് ഇച്ചിരി കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഈ ആനിമേഷനിൽ പോയിട്ട് ഞാൻ ഇപ്പോൾ ഇതിനകത്തിൽ ഈ മൂന്നാമത്തെ ആനിമേഷനാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ആനിമേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത ഓവർലേ ഫോട്ടോ ഡ്രാഗ് ചെയ്ത് ഫുള്ളാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഓവർലേ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആദ്യം ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സോങ്ങിൻ്റെ ബീറ്റ് അനുസരിച്ച്, കാരണം ഈ ടെസ്റ്റ് വരാൻ നേരം നമ്മുടെ ഓവർലേ ഫോട്ടോയ്ക്ക് മൂവ്മെൻറ്റ് വേണം, അതിനാണ് നമ്മൾ ഈ കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ടെസ്റ്റ് എവിടെയൊക്കെയാണ് വരുന്നത് അവിടെ എല്ലാം ഓരോരോ കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീഡിയോ വേണ്ട ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ വീഡിയോ കാണിക്കുന്നോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഗൈസ് നിങ്ങളുടെ ക്യാപ്കട്ടിൽ കുറേ ഫോണ്ടൊന്നും ഇല്ലെങ്കിൽ ഫോണിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ക്യാപ്കട്ടിൽ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു തരാം. അതിൻ്റെ വീഡിയോ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് സ്റ്റൈൽസിൽ പോയിട്ട് അതിനകത്ത് കർവുണ്ട്, കർവിനകത്ത് നിങ്ങൾക്ക് എത്ര കർവാണ് വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ ഇത്രയും കർവ് മതി, അതപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു ഗൈസ്. എന്നിട്ട് ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന സെയിം സ്റ്റെപ്സ് അതുകൂട്ട് തന്നെ നിങ്ങളുടെ ക്യാപ്കട്ട് ഉപയോഗിച്ച് അതുപോലെ തന്നെ ചെയ്യുക.
rages around like an ocean in my head. I can almost feel you walking in the distance, but I know that it's not reality. If you are echoing around inside these parallel dimensions all alone, know I'll find you in my dreams. I can almost feel you walking in the distance, but I know that it's not reality. My heart rages around like an ocean in my head because there are അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.